ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗന്റെ രാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കോടതിയിൽ വിചാരണ ചെയ്യുകയാണ് കിരണിനെയും രതീഷിനെയും വേലുവിനെയും. അങ്ങനെ ആ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ കൊന്നതാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഈ പറയുന്ന വേലുവും, രണ്ടാം പ്രതിയായിട്ടുള്ളത് കിരണും, മൂന്നാം പ്രതി രതീഷുമാണ്. ഇവര് 3 പേരും ചേർന്നിട്ടാണ് ഗംഗപ്രസാദിനെ കൊന്നത്. ഒന്നാം പ്രതി അവന്റെ ഇരുമ്പ് വടി കൊണ്ട് അവന്റെ തലക്കടിക്കുകയും, രണ്ടാം പ്രതി അവനെ തല്ലിച്ചതയ്ക്കുകയും, മൂന്നാം പ്രതി അവനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം വേലു അത് നിഷേധിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പോലീസിനോട് നിങ്ങൾ സത്യം പറഞ്ഞതല്ല, ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ മാറ്റി പറയുന്നതാണ് എന്ന് വക്കീൽ പറയുകയാണ്. അപ്പൊ കിരണിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കിരൺ പറയാണ്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അവിടെ അയാൾ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നിട്ട് അയാളെ ഞാൻ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. അവന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ആ തോക്ക് ഞാൻ തട്ടിത്തെറിപ്പിച്ച് അവനെ തല്ലിച്ചതച്ചു. അതിനുശേഷം അവനെ അവിടെ നിന്നും അവൻ എൻ്റെ കണ്ണിലേക്ക് പൂഴിമണ്ണ് വാരിയിട്ടതിന് ശേഷം എവിടേക്ക് ഓടിപ്പോയി. പിന്നീട് ഞങ്ങൾ കണ്ടില്ല അവരെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇവർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്നിങ്ങനെ വക്കീൽ പറയുകയാണ്. അതിനുശേഷം ഇല്ല, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരെ തെളിവ് സഹിതം കുറേ തെളിവുകളൊക്കെ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ. കല്യാണ സമയത്ത് ഇവര് മണ്ഡപത്തിൽ ഉണ്ടായിരുന്നില്ല, ഇവർ 3 പേരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ വക്കീൽ അവിടെ വാദിച്ച് അവിടെ ചെന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും നമ്മുടെ ഈ നവീൻ വാദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ നവീൻ പറയുന്നുണ്ട്, സാർ എനിക്ക് ആദ്യമായി തന്നെ വേറൊരു കക്ഷിയെയാണ് വാദിക്കേണ്ടത്. അപ്പോൾ ആ കക്ഷിയെ വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കാർത്തികയാണ്. അങ്ങനെ കാർത്തിക വന്ന് അങ്ങനെ നിൽക്കുകയാണ് ആ കൂട്ടില്. അപ്പൊ ആ സമയത്ത് വക്കീല് ചോദിക്കുന്നുണ്ട്, എന്താ പേര്? അപ്പൊ കാർത്തിക. അപ്പൊ ആ സമയം നിങ്ങളുടെ സഹോദരനാണോ ഗംഗപ്രസാദ് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. ശരിക്കുള്ള സഹോദരനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ അമ്മ അവൻ്റെ അച്ഛനെ 2ാമത് വിവാഹം കഴിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ നല്ല കല്യാണം കഴിക്കുമ്പോൾ അവന് 3 വയസ്സാണുള്ളത് ഗംഗപ്രസാദിന്. അപ്പോൾ തുടങ്ങി ഞങ്ങളൊരു ശത്രുവായി കാണുന്നതാണ്. അച്ഛനേക്ക് അവൻ ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അവൻ ചെറുപ്പത്തിലെ മുതലേ കൂട്ടുകെട്ടിലും അതുപോലെ തന്നെ പല ലഹരിയൊക്കെ ഉപയോഗിച്ചതായിട്ട് അച്ഛന് മനസ്സിലായിട്ട് അച്ഛൻ അങ്ങനെ അവനെ തിരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവനെ തിരുത്താൻ അച്ഛന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യത്തിലും അതുപോലെ പണമിടപാടുകളുടെ കാര്യത്തിലും ഒന്നും തന്നെ അവനെ ഉൾപ്പെടുത്തിയില്ല. എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലാണ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പൊക്കെ എഴുതി വെച്ചത്. അതൊക്കെ അവന് പക കൂട്ടാൻ കൂടുതൽ സാഹചര്യം ഉണ്ടാക്കിയെന്ന് പറയുകയാണ്. അപ്പോൾ ആ വക്കീൽ ചോദിക്കുന്നുണ്ട്, ഈ അച്ഛൻ എന്ന് പറയുന്ന പ്രസാദ് സെന്തിലിനെ അദ്ദേഹത്തെ ഇവൻ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ ഉണ്ട്, 2-3 തവണ. എന്നിട്ട് അദ്ദേഹം ആശുപത്രിയിലായിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ആശുപത്രിയിലായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ നിയമസാധ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അച്ഛൻ തുറന്നു പറയുകയാണ് ഉണ്ടായത് എന്നിങ്ങനെ നമ്മുടെ കാർത്തിക പറയുകയാണ്. അവൻ ആദ്യമേ തന്നെ ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത് അവിടെ നിന്ന്? അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലോട്ട് വന്നത്. ഈ നാട്ടിൽ വെച്ച് പിന്നെ എന്ത് സംഭവിച്ചു? അവൻ നിങ്ങളെ പിന്നെയും ഉപദ്രവിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ഉണ്ട്, ഉപദ്രവിച്ചു. എൻ്റെ ഈ പറയുന്ന കല്യാണിയുടെ അമ്മയെ, അതായത് കിരണിൻ്റെ അമ്മായിമ്മയെ കൊന്നത് ഞങ്ങളെ കൊല്ലാൻ വന്നായ സമയത്താണ്. ഞങ്ങളെ കിട്ടാത്തതിലാണ് അവരെ കൊന്ന് അവൻ അവിടെ നിന്നും പോയത്. പിന്നെ എപ്പോഴെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്നിട്ട് അവൻ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഞാൻ അവനെ തലനാരിക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഞാൻ അവിടെ കൊല്ലാൻ വേണ്ടി വെടിവെക്കാൻ നിന്നപ്പോൾ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ഒരുത്തനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി കാർത്തികയ്ക്ക് പോയിട്ടിരിക്കാമെന്ന് പറഞ്ഞങ്ങനെ കാർത്തികയെ പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നവീനെ പോലീസിനെ വിസ്തരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ പോലീസ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സ്റ്റേഷനിൽ ചാർജ് അടിച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ചായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഈ ഗംഗപ്രസാദിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നേ തന്നെ അന്വേഷിച്ചറിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
കുറച്ചൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പിന്നെ കേസ് തുടങ്ങിയപ്പോൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയായിരുന്നു അവനെ പറ്റിയുള്ള. അവനാകെ എത്ര കൊലകൾ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ് പോലീസിനോട്. അവനൊരു 3-4 കൊല ചെയ്തിട്ടുണ്ട്. 3-4 കൊലയല്ല. അപ്പൊ നവീൻ പറയുകയാണ് 3-4 കൊലയല്ല, അവന്റെ റെക്കോർഡ് എടുത്തു നോക്കിയാൽ പോലീസിന് കാണാനും കേൾക്കാനും പറ്റാത്തതായിട്ടുള്ള ഒരു 10-15 കൊലയെങ്കിലും അവൻ ചെയ്ത് കാണും. അത് അങ്ങനെ ഒരുത്തനാണ് ഈ പറയുന്ന ഗംഗപ്രസാദ്. നിങ്ങളുടെ കയ്യിൽ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം കണ്ടേ നിങ്ങൾ മടങ്ങൂ എന്ന് അങ്ങനെ ഒരു ചരിത്രം നിങ്ങൾക്കുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നവീൻ. അപ്പോൾ അതെ, അങ്ങനെ എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ അത് അന്വേഷിക്കും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇതിൽ മാത്രം എന്താ സത്യസന്ധമായി അന്വേഷിക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വേലുവിനെ തല്ലിയില്ലേ? അപ്പൊ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വേലുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് നവീൻ ചോദിക്കാണ്, വേലു നിന്നെ തല്ലിയില്ലേ ഈ സാർ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ സാറേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തല്ലിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഇവര് സമ്മതിപ്പിച്ച് ഈ പ്രതികളാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നും കൂടി നവീൻ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ശരി, നിങ്ങൾ പറയുന്ന പ്രകാരം ഇപ്പൊ ഇവര് 3 പേരുമാണ് പ്രതികളെന്നിരിക്കട്ടെ. അപ്പോൾ ആ പ്രതികൾ കൊല ചെയ്യപ്പെട്ട ഈ പറയുന്ന ഗംഗപ്രസാദിന്റെ ബോഡി എന്ത് എന്ന് ചോദിക്കണം. അത് നിങ്ങൾക്ക് കണ്ടെടുക്കാൻ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാധിച്ചില്ല, അതെന്തുകൊണ്ടാ എന്നിങ്ങനെ നവീൻ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട് ഇവര് കുറ്റം സമ്മതിച്ചു, പിന്നെയും തല്ലി, പിന്നെ വീണ്ടും തല്ലിയിട്ട് അവരെ വീണ്ടും ഉപദ്രവിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അതിനെക്കുറിച്ച് പിന്നെ ചോദിക്കാഞ്ഞത് എന്ന് പറയുകയാണ്. അത് ശരി, അപ്പൊ ആദ്യം തല്ലി എന്ന് സമ്മതിച്ചു, അത് മതി എന്നിങ്ങനെ നവീൻ പറയുന്നുണ്ട്. അപ്പൊ പോലീസിനാകെ അബദ്ധമായി എന്ന് തോന്നുകയാണ്. അങ്ങനെ ആ സമയത്ത് അപ്പൊ ആ സമയത്ത് അവർ പറയുന്നുണ്ട് ഇവര് ഗംഗപ്രസാദിനെ ബോഡി ഇവര് പറയുന്ന പോലെ ഇവര് കണ്ടിട്ടില്ല. കാരണം തല്ലി ചതച്ചതിന് ശേഷം പിന്നെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പൊ ആ സമയം മറ്റേ വക്കീൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഗംഗപ്രസാദ് വന്നത് പിന്നാമ്പുറത്തു കൂടെയാണ്, അത് CCTVയിൽ പതിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പോകുന്നുവെങ്കിൽ പിന്നാമ്പുറത്തു കൂടെ തന്നെ അവൻ പോകുള്ളൂ അതിൽ ചാടിയിട്ട്. അപ്പൊ ആ ദൃശ്യങ്ങൾ അതിൽ പതിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ നവീൻ ചിരിച്ചുകൊണ്ട് നവീൻ പറയുകയാണ്, അതെ, പോലീസിനെ വരെ കണ്ണ് വെട്ടിച്ച് പോലീസിനെ വരെ കബളിപ്പിച്ച് ഇത്രയും നാൾ നടന്ന ഗംഗപ്രസാദിന് ഒരു CCTV മറച്ച് CCTVയുടെ കണ്ണ് വെട്ടിച്ച് പുറത്ത് കടക്കാനാണ് പ്രയാസം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ വക്കീൽ അവിടെ ഇരിക്കുകയാണ്. അപ്പം നവീൻ കൂട്ടിച്ചേർക്കുകയാണ്, ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയത് നിങ്ങൾ പറയുന്നത് വേലു എന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെ എന്ന് പോലീസ് പറയുകയാണ്. ഈ വേലു എന്തുകൊണ്ടാണ് അവനെ തലക്കടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ടാണ്. ആ ഇരുമ്പ് ദണ്ട് ആ ഓഡിറ്റോറിയത്തിന്റെ ഗോഡൌണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ശരി, ഗോഡൌണിൽ നിന്ന് കണ്ടെത്തി, അത് നിങ്ങൾ ശരി തന്നെ ഇരിക്കട്ടെ. ആ ഇരുമ്പ് വടിയിലെ ദണ്ട് അത് ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അത് നമ്മുടെ വേലുവിന്റെ കൈപ്പാടുകളല്ല എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പോലീസ് അടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ജഡ്ജി, അതുപോലെ കിരണും വേലുവും രതീഷും മറ്റേ വക്കീലും ഒക്കെ ഞെട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതാരുടെ വിരൽപ്പാടുകളാണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.